തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ എൻ്റെ റെക്കോർഡായിരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക്. കാരണം ഒരേ സമയത്ത് 3 തലമുറ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല എന്തായാലും. 3 തലമുറ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരേ സമയത്ത് ഈ 3 തലമുറയുള്ള ആൾക്കാർ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ അറിവിലില്ല എന്തായാലും. അപ്പം അത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. റെക്കോർഡാണ് മലയാള സിനിമ. ആ റെക്കോർഡിൽ പങ്കുചേരാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷം. കൊച്ചുമകൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ? ഇല്ല, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാൻ അവൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് അവൻ അഭിനയിക്കുന്നത് കാണാൻ വേണ്ടി നിൽക്കണ്ടെന്ന് തീരുമാനിച്ച ഒരാളാണ്. അതിലെന്തെങ്കിലും കാരണമോ? കാരണം വെച്ചാൽ ഞാൻ നിൽക്കുമ്പോൾ ഇനി അവനൊരു ടെൻഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വയനാട് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വയനാട്ടിലടാ എവിടെയായിരുന്നു, കാലിക്കറ്റ് അപ്പുറം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ അഭിനയം കാണാൻ വന്നില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ അഭിനയിക്കില്ല എന്ന് എനിക്ക് ഭീഷണി പറഞ്ഞു. അവനെ ഭീഷണിപ്പെടുത്തി അല്ലേ? വരണം, എൻ്റെ അഭിനയം കണ്ടേ പറ്റൂ അല്ലേ? ആ ഭീഷണിയുടെ മേലെയാണ് ഞാൻ കാണാൻ പോയത്. ചെറിയ ഭീഷണിയല്ല. ചെറിയ ഭീഷണിയല്ല. അത് കാരണം വെച്ചാൽ പ്രൊഡ്യൂസർ വട്ടം തിരിഞ്ഞു പോകും. കാരണം വെച്ചാൽ ഓൾറെഡി അവൻ തുടങ്ങി വെച്ചൊരു സംഗതി അച്ഛൻ വരാത്തോണ്ട് നിന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം എനിക്കായിട്ടത്. അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അഭിനയം ആദ്യമായിട്ട് കണ്ടത്. എന്തായാലും അച്ചാച്ചൻ്റെ അഭിനയം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു മോനോട്? അങ്ങനെ എനിക്ക് ഓർമ്മയിലില്ല, പക്ഷെ നന്നായെന്നാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞത്. രവിചേട്ടൻ ഇത്രയും കഥാപാത്രങ്ങൾ ഇത്രയും നാളുകൾക്കിടെ ചെയ്തതിൽ ഇച്ചിരി പാട് എന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് എന്ന് തോന്നിയ ഒരു കഥാപാത്രം ഏതായിരിക്കും സിനിമയിൽ അഭിനയിച്ചതിൽ? റിസ്ക് തോന്നിയ ഒരു കഥാപാത്രം ഇല്ല. ചെയ്യുന്നത് ഏറ്റെടുത്ത് ചെയ്യുക. എന്നാൽ ഈ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ആൾക്കാരുടെ ഒക്കെ ഒരു മെസ്സേജ്, ഇന്നിപ്പം ഫോണിനുള്ള കാലഘട്ടമാണ്, മെസ്സേജ് ഇടുന്നു, കമൻറ്റിലിടുന്നു. ആ സമയത്തൊക്കെ ആരെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞില്ല. എന്നെ കണ്ട് പെൺകുട്ടികളൊക്കെ ഓടിയിട്ടുണ്ട്. അതിൻ്റെ കഥകളുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതം പ്രണയം തന്നെയാണ്. ജീവിതം ഒരു പ്രണയമാണ്. എൻ്റെ മറ്റേ വൈഫിന് 12 വയസ്സും എനിക്ക് 17 വയസ്സുള്ള സമയത്ത് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് ഞാൻ എൻ്റെ വൈഫ്. ഓ, പ്രണയമായിരുന്നു? പ്രണയമാണെന്ന് പറയുന്നത് 15 വയസ്സിലാണ്. 12 വയസ്സിൽ സ്നേഹമായിരുന്നു. മനസ്സിൽ കൊണ്ടുവരുന്നതല്ല, തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പ്രണയമാണെന്നുള്ള രീതി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് പോലും ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ 12 വയസ്സായിട്ടൊരു കുട്ടിക്ക് അങ്ങനെ പ്രണയം എന്ന് പറയാവുന്ന കണ്ടീഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചില്ല. ഒരു 15 വയസ്സായ സമയത്ത് ഞാൻ ചോദിച്ചു, തന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. അന്നാണ് ചോദിക്കുന്നത് ആദ്യം. എന്താണിത് മുൻപേ ചോദിക്കാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആൻസർ. അന്ന് അവിടെ നിന്നാണ് ആ സ്നേഹം പ്രണയമായിട്ട് മാറുന്ന ആ ദിവസം മുതലാണ്. പിന്നീട് ജീവിതത്തിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഇല്ല, പക്ഷെ ഇന്നും ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ അഭിനയിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് വൈഫിനാണെങ്കിലും സന്തോഷമായിരുന്നോ? തീർച്ചയായിട്ടും. കൂടെ കൊണ്ടുപോയിരുന്ന ലൊക്കേഷനിലൊക്കെ എത്ര പ്രാവശ്യം ഈ ശ്രീജിത്തും എൻ്റെ ഏട്ടനും എല്ലാവരും കൂടി എൻ്റെ കൂടെ, ഞാൻ ഒഴിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ലൊക്കേഷനിലേക്ക് മദ്രാശിക്ക് വിളിക്കാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അവരോട് വർക്ക് ചെയ്യാറുണ്ട്, ഡോക്ടറായിരുന്നു വർക്ക് ചെയ്യുന്ന ആ സമയത്ത്. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇവരെ കൊണ്ട് ലൊക്കേഷനിലേക്ക് വരാറുണ്ട്. ഈ പഴയകാല സിനിമയും പുതിയകാല സിനിമയും തമ്മിലുള്ള വ്യത്യാസം രവിചേട്ടൻ മനസ്സിലാക്കി എന്താണ്? ടെക്നിക്കൽ സൈഡാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിൽ. അതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ ആർട്ടിസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഡബ്ബിങ്, അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഷൂട്ടിംഗ് തന്നെ അറിയാമല്ലോ. ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് പൊള്ളുന്ന ലൈറ്റ് വെച്ചടിക്കണം. ഉച്ചയ്ക്കാണെങ്കിൽ പോലും സൂര്യപ്രകാശം വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് റിഫ്ലക്ടറൊക്കെ വെച്ചടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, പല സ്ഥലത്തും ലൈറ്റ് തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ സൗകര്യം ഉണ്ടായിട്ടുണ്ട്. എന്നെക്കാൾ മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനേക്കാൾ കൂടുതൽ ലൈറ്റ് ആവശ്യമുണ്ടായിരുന്നു. സത്യമാഷൊക്കെ അഭിനയിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ആ സമയത്തൊക്കെ ഒരുപാട്, നസുസാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് ലൈറ്റ്. ഞങ്ങളുടെ കാലം വന്നപ്പോൾ അവർ പറഞ്ഞു, ഓ നിങ്ങൾക്കൊക്കെ സന്തോഷമായി, ഇത്രയും ലൈറ്റിലൊന്നുമല്ല ഞങ്ങൾ നിന്നിരുന്നതെന്ന് പറയും. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ലൈറ്റിലൊന്നുമല്ല ഞങ്ങൾ അന്ന് നിന്നിരുന്നതാണ് ഇപ്പം ഞാൻ പറയുന്നത്.